ഒരു വ്യക്തിയുടെ തുടക്കത്തെക്കുറിച്ചും മറ്റൊരു വ്യക്തിയുടെ പതനത്തെയും കുറിച്ചുമാണ് നമുക്കിന്ന് പറയാനുള്ളത്. അതെ, വിസ്മയ മോഹൻലാൽ വേഴ്സസ് പേളി മാണി. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വളരെയധികം സൈബർ ജഡ്ജ്മെന്റിന് വിധേയമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു വിസ്മയ മോഹൻലാൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കുട്ടികളെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വിസ്മയെ സംഘികൾ നിലത്ത് നിർത്തിയിട്ടില്ലായിരുന്നു. വെറും ഒരു നെപ്പോക്കിട്ടായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് എന്തറിയാം, കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അവിടെ നിലപാട് മാറ്റിക്കോളും എന്നും പറഞ്ഞ് വാദിച്ചുകൊണ്ട് പലരും രംഗത്ത് വരാൻ തുടങ്ങി. എന്തിനു പറയുന്നു, മേജർ രവി അടക്കമുള്ള ആളുകൾ വിസ്മയെ കുറിച്ച് പറഞ്ഞെന്തായിരുന്നു, അറിവില്ലായ്മ കൊണ്ട് ആ കുട്ടി പറഞ്ഞതാണ്, ആ കുട്ടി തിരുത്തിക്കോളും എന്നൊക്കെയാണ് അല്ലേ. പക്ഷെ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ആ പെൺകുട്ടി അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതോടെ സംഘികളുടെ ആ പ്രതീക്ഷയും ആസ്ഥാനത്തായി എന്നുള്ളതാണ്. പക്ഷെ കാര്യങ്ങളെല്ലാം അവിടെ അവസാനിച്ചു എന്ന് കരുതിയെടുത്തു നിന്നു. പിന്നീട് സംഭവിച്ചത് എന്താണ്, വിസ്മയുടെ സിനിമയായിട്ടുള്ള തുടക്കത്തിന് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള വേദികളിൽ വിസ്മയ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭയങ്കര നെർവസ് ആയിട്ടായിരുന്നു വിസ്മയ പ്രതികരിച്ചിരുന്നത് അല്ലെ. ഒരു കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു വിസ്മയ പെരുമാറിയിരുന്നത്. ആ സമയത്ത് വിസ്മയുടെ ആക്ഷൻസും മാനറിസവും ഒക്കെ വൻ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വെച്ചുകൊണ്ട് പലരും വിസ്മയെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ, ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇവളെന്താ നിന്നോടത്ത് അടങ്ങി നിൽക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവളെ സൈബർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈ പ്രൊമോഷൻ വേദികളിൽ കാണിക്കുന്ന ഷോ ഒക്കെ ബിഗ് സ്ക്രീനിലും കാണണമെന്നും പലരും പറയാൻ തുടങ്ങി. പക്ഷെ ഇതിനെല്ലാം ഒടുവിൽ സിനിമ റിലീസായി. വളരെ നന്നായി തന്നെ സിനിമയിൽ വിസ്മയ പെർഫോം ചെയ്യുകയും ചെയ്തു. അതോടെ പലരുടെയും ആ പ്രതീക്ഷയും ആസ്ഥാനത്തായി എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിസ്മയെ സൈബർ അറ്റാക്ക് ചെയ്ത് തളർത്താം എന്നുള്ള പലരുടെയും മോഹം ആസ്ഥാനത്തായതോടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് അറിയോ, വിസ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവരെ തളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വൻ രീതിയിലുള്ള അത്തരത്തിലുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. നമുക്ക് ഓരോന്നായി അതൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യമായി നമുക്ക് സംവിധായകനായിട്ടുള്ള അലപ്പി അഷ്റഫ് വിസ്മയെ കുറിച്ചും വിസ്മയുടെ പുതിയ സിനിമയായിട്ടുള്ള തുടക്കത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കേട്ടു. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു പുതുമുഖ നായിക ഇത്രയധികം സൈബർ ആക്രമണത്തിന് പാത്രമാകേണ്ടി വന്നത് ഇതാദ്യമായാണ്. അതും ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ്. ഇതിന് വഴിവെച്ചത് തന്റെ ഒരു അഭിപ്രായം ഭയാശങ്കകൾ ഏതുമില്ലാതെ തുറന്നു പറഞ്ഞു എന്നതാണ്. ജന്തർ മന്ദിറിൽ നടന്ന സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി സമരത്തിൽ പ്രതിഷേധിച്ചവരെ അടിച്ചമർത്താൻ ഡൽഹി പോലീസ് നടത്തിയ നടപടികളെ അപലപിച്ചുകൊണ്ടുള്ള വിസ്മയയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇതിന് കാരണമായത്. ജനാധിപത്യ രാജ്യത്തിൽ ചോദ്യം ചെയ്യാനും ശബ്ദമുയർത്താനും അവകാശമുണ്ട്. ചോദ്യം ചെയ്യുന്ന പൗരന്മാരെ നേരിടേണ്ടത് ഇങ്ങനെയല്ലായിരുന്നു എന്നതാണ് വിസ്മയ പറഞ്ഞിരുന്നത്. വിസ്മയ നായികയായി അഭിനയിക്കുന്നു എന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ അവർക്ക് ആശംസകളും അഭിനന്ദനങ്ങളുമായി സോഷ്യൽ മീഡിയ നിറയുകയായിരുന്നു. എന്നാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം സത്യസന്ധമായി പറഞ്ഞതിന്റെ പേരിൽ അവരെ പാടി പുകഴ്ത്തിയവർ തന്നെ അവർക്ക് നേരെ ബോഡി ഷെയ്മിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി കല്ലെറിയുകയാണ് ഉണ്ടായത്. അവർ അഭിനയിച്ച പടം കാണില്ല, അവരുടെ തുടക്കം ഒടുക്കമാക്കും, അവരെ സിനിമാ ലോകത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യുമെന്നൊക്കെ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ ചിത്രം തിയേറ്ററുകളിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ ചിലരൊക്കെ പറഞ്ഞതുപോലെ ഒടുങ്ങാനും ഒതുങ്ങാനുമുള്ള തുടക്കമല്ല, തുടരാനുള്ള തുടക്കമാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻലാൽ. അതൊക്കെ അത്രേ ഉള്ളൂ. സിനിമ റിലീസ് ആയതോടെ വിസ്മയുടെ അഭിനയം വെച്ച് വിസ്മയെ സൈബർ അറ്റാക്ക് ചെയ്യാമെന്നുള്ള പലരുടെയും വ്യാമോഹം ആസ്ഥാനത്തായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സത്യം പറയാനോ എനിക്ക് നല്ല പേടിണ്ടായിരുന്നു. എങ്ങാനും ബിഗ് സ്ക്രീനിൽ വിസ്മയുടെ അഭിനയം പാളി പോയി കഴിഞ്ഞാണെങ്കിൽ വിസ്മയ എയറിലാവുന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു. അതിന്റെ ഒരു പേടിയും ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ നന്നായിട്ട് അഭിനയിച്ചു. മോഹൻലാലിന്റെ മകളല്ലേ, മോഹൻലാലിന്റെ ജീനൽ ഉള്ളിലുള്ളത്, അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ ഒരു സംഭവം പുള്ളിക്കാരി കാണിക്കും. എന്തായാലും തുടക്കത്തിൽ തന്നെ വിസ്മയ മോഹൻലാൽ പതറാതെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. എന്തായാലും സിനിമ റിലീസ് ആയതോടെ വിസ്മയ ഇത്രയും കാര്യം സൈബർ അറ്റാക്ക് ചെയ്തവർക്ക് മിണ്ടാൻ പറ്റാതെ ആയി എന്നുള്ളതാണ്. അവരുടെ വാ മൂടി കെട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും അവരടങ്ങിയിരുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ്മയെ സപ്പോർട്ട് ചെയ്തവരെ ഇവര് വിടാതെ പിന്തുടരാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ബീന ആന്റണിയാണ്. വിസ്മയുടെ സിനിമയായിട്ടുള്ള തുടക്കം റിലീസ് ആകുന്ന ദിവസം ബീന ആന്റണിയും തെസ്നി ഖാനും വേറെ കുറച്ച് ആളുകളും കൂടി ചേർന്നുകൊണ്ട് ഈ പറഞ്ഞ വിസ്മയ മോഹൻലാലിന് വിശ്വസ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് ഇവിടെ കാണിക്കാം. റിലീസാകാൻ പോകുന്ന തുടക്കം എന്ന സിനിമയ്ക്കും വിസ്മയയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഓക്കെ, ഇതാണ് വീഡിയോ. സാധാരണ ഒരു വിശ്വ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അല്ലേ, അതിനപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. ഇനി ഇതിന്റെ കമന്റ് ബോക്സിൽ വന്ന് ചില കമന്റുകൾ ഞാനൊന്ന് വായിച്ചു തരാം. ഷോപ്പിംഗ് ഫോർ മോഹൻലാൽ, ഭയങ്കര സുഖിപ്പിക്കൽ, ലാലേട്ടൻ വിസ്മയ ലാലേട്ടന്റെ മകളായി പോയില്ലേ, ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. ലാലേട്ടനെ സുഖിപ്പിക്കാനും സോപ്പിടാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശ്വസൊക്കെ കൊടുക്കുന്ന രീതിയിലായി പലരും. പക്ഷെ ഇതൊന്നും കണ്ട് ബീന ആന്റണി വെറുതെ ഇരുന്നില്ല കേട്ടോ. ഇതിനെതിരെ പ്രതികരണവുമായി അടുത്ത ദിവസം തന്നെ ബീന ആന്റണി പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ബീന ആന്റണിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ വേറെ ഒന്നല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇന്നലെ ഞങ്ങളൊരു ഞാനും തെസ്നി, സിയ, അംബിക ചേച്ചി ഞങ്ങളൊരു ട്രിപ്പ് വന്ന വഴി ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇന്ന് വിസ്മയുടെ പടം തുടങ്ങുകയാണല്ലോ, അപ്പൊ ഞങ്ങൾ വെറുതെ ഒരു വിശ്വസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഇങ്ങനെ. അതിട്ടപ്പോ കുറെ കമന്റ് കണ്ടു.
ലാലേട്ടനെ പ്ലീസ് ചെയ്യാനാണ്, സോപ്പ് ഇടാനാണെന്ന്. എനിക്ക് ചിരി വരുന്നു ഞങ്ങക്ക്. ഇത്രയും വർഷം ലാലേട്ടന്റെ കൂടെ യോധയിൽ അഭിനയിച്ചത് ഞാൻ, അങ്ങനെ ഓരോരുത്തർ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഒന്നും ലാലേട്ടനെ സോപ്പിടേണ്ട ആവശ്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയാല് തോന്നിയാല് അവര് വിളിക്കും. അതല്ലാതെ വിസ്മയെ ഞങ്ങള് സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് ലാലേട്ടൻ ഞങ്ങളെ വിളിക്കും. ഇവിടെ ഇത് ചിരി വരുന്നു ഇത് കണ്ടിട്ട്. പിന്നെ എന്താണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്നല്ലാണ്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകളെന്ന രീതിയിലല്ല. പിന്നെ വിസ്മയ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു കുട്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വിസ്മയെ. ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നു ആ പടം നന്നായിട്ട് ഓടണമെന്ന്. ലാലേട്ടന്റെ മോളായതുകൊണ്ടല്ല ഒരിക്കലും. ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പാവം കുട്ടി. അവള് പിന്നെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് അവളോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് പിന്നെ എന്താണ് ഇത്രയും വിമർശനങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം ആ പടം നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനുകൊണ്ട് ഞങ്ങളൊരു വിഷസ് അറിയിച്ചു എന്നുള്ളൂ. അല്ലാണ്ട് അതിന്റെ അകത്ത് ഒരു സോപ്പിങ്ങും ഇല്ല, ഒരു പതപ്പിക്കലും ഇല്ല, ഒന്നുമില്ല, നത്തിങ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ റിപ്പോർട്ടൊന്നും അറിയില്ല. എന്തായാലും നന്നായിട്ട് ഓടണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നാലും വിസ്മയ്ക്ക് ഒരു വിശ്വസ് പറഞ്ഞതിന്റെ പേരിൽ ലാലേട്ടനെ സോപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ വിശ്വസ് പറയുന്നതെന്ന് ചിന്തിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ്മയോട് ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റാത്തതിന് ചൊറുക്കാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഇവർ എന്തൊക്കെയോ പറഞ്ഞ് വിസ്മയനെ സൈബർ അറ്റാക്ക് ചെയ്ത്, പക്ഷെ ഇനി അങ്ങോട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇവരുടെ എല്ലാം വാ മൂടി കെട്ടിയല്ലോ വിസ്മയ. അപ്പൊ പിന്നെ ഇവരുടെ മുന്നിൽ ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ്മയെ സപ്പോർട്ട് ചെയ്യുന്നവരെ സൈബർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മളിപ്പോ കണ്ടത്. ഇനി ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ. 2 ദിവസം മുമ്പ് പ്രശസ്ത നടിയും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തകയുമായിട്ടുള്ള സീമാജി നായർ വിസ്മയെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഞാനൊന്ന് വായിച്ചുതരാം. ശുഭദിനം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിസ്മയ. അച്ഛനും അമ്മയും സ്നേഹപൂർവ്വം മായ എന്ന് വിളിക്കുന്ന മോൾ. ഇത്രയധികം വലിച്ചു കീറാൻ ഈ മോൾ എന്താണ് ചെയ്തത്? ഈ ജനാധിപത്യ രാജ്യത്തിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഏത് വിധേനയും തേച്ചിട്ടിക്കുക. എത്രമാത്രം നികൃഷ്ടമായി സംസാരിക്കുമോ അത്രയും സംസാരിക്കുക. ചില കമന്റുകൾ വായിക്കുന്നത് നമുക്ക് പോലും സഹിക്കുന്നില്ല. രാഷ്ട്രീയ അന്ധത പിടിച്ച കണ്ണുകൾ. പിന്നെ വിസ്മയുടെ സംസാരത്തിലെയും ബോഡി ലാംഗ്വേജിനെയും ചോദ്യം ചെയ്ത കുറച്ച് പേർ. ഞാനൊക്കെ എത്രയോ നാടകങ്ങൾ അഭിനയിച്ചു, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ നാടകം ചെയ്തു. ഇപ്പോഴും ചെറിയ പ്രോഗ്രാമുകൾ ചെന്നാൽ പോലും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ടെൻഷനാണ്. ചുണ്ടൊക്കെ വരണ്ട് നാവൊക്കെ താന്നു പോകുന്ന അവസ്ഥ. അപ്പോൾ ലാലേട്ടന്റെ മോളെന്ന പ്രിവിലേജിൽ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പ്രകടനവും കാണിക്കാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ എന്താകും? ഇത്രയും വലിയ ആൾക്കാരും സദസ്സും മുന്നിൽ കാണുമ്പോൾ എന്താണ് പറയേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു പണിയും ഇല്ലാതെ ഒരു പണിക്കും പോകാതെ ഇരുന്ന് തെറി വിളിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. വല്ല പണിക്കും പോയി കുടുംബം പോറ്റാൻ നോക്കൂ. എന്തൊക്കെ പറഞ്ഞാലും എത്ര ബോഡി ഷേമിംഗ് ഉണ്ടായാലും വിസ്മയ ലാലേട്ടന്റെ മകളാണ്. ഇതൊന്നും ആ കുട്ടി കേൾക്കില്ല. വിസ്മയുടെ കലാരംഗത്തേക്കുള്ള തുടക്കം ഗംഭീരമാവട്ടെ. നന്മകൾ നേടുന്നു. സിനിമക്കായി കാത്തിരിക്കുന്നു. ഇതായിരുന്നു സീമാജി നായർ 2 ദിവസം മുമ്പ് ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ എന്റെ മക്കളെ ഞാൻ ചിലതൊന്ന് വായിച്ചു തരാം. ചേച്ചി, സിനിമയുടെ റിലീസിന് 4 ദിവസം മുമ്പ് പെട്ടെന്ന് സോഷ്യൽ മീഡിയ കമ്മിറ്റ്മെന്റ് എങ്ങനെ വന്നു? അതും കേരളത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അത് കാണില്ല. കുട്ടിക്ക് ലോങ് സൈറ്റ് ആകും. ഏതൊരാൾക്കും മനസ്സിലാവും ഇത് PR ആണെന്ന്. 2 പേർ കുറ്റം ചെയ്തവരെ ഒരാളെ മാത്രം ഉപദേശിക്കുന്ന രീതി, അതിലെന്തോ പ്രശ്നമില്ലേ? മറ്റേ പേളിമാണിയും കൂട്ടിച്ചേർത്താണ് പറഞ്ഞത്. പക്ഷെ ഇതിന് സീമാജി നായർ കൊടുത്ത മറുപടിയാണ് എനിക്ക് ഇഷ്ടമായത്. ഞാനൊന്ന് വായിച്ചുതരാം. വിജയൻ, എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾ ഉദ്ദേശിച്ചത് ആ കുട്ടി ഉദ്ദേശിച്ചില്ല, അത്ര തന്നെ. അത്രേ ഉള്ളൂ. ഇവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ വിസ്മയ മോഹൻലാൽ മറ്റേ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് പോസ്റ്റ് ഇടണമായിരുന്നു, മറ്റേ പേളിമാണി ചെയ്തതുപോലെ. എങ്കിൽ ഇവരെല്ലാവരും ഹാപ്പി ആയത്. അത് ചെയ്യാത്തതിന് ചുറക്കാണ് വിസ്മയ മോഹൻലാലിനോടും വിസ്മയ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തവരോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ് സീമാജി നായർ പറഞ്ഞത്. ഇനി അടുത്ത കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. പേളിമാണി സൈബർ അറ്റാക്ക് നേരിട്ടപ്പോൾ നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ? അപ്പോൾ നിങ്ങൾ നന്മ വരും ഒന്നുമല്ല, ഫേക്കാണ്. കാരണം മോഹൻലാലിനെ സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. പേളിമാണിയെ രേണു സുധിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ഇതിന് സീമാജി നായർ കൊടുത്ത മറുപടി ഒക്കെ നിങ്ങൾ അപ്പോൾ ഞാൻ ഉറങ്ങി, അത്രേ ഉള്ളൂ. ആ വ്യക്തി എന്താണോ പറഞ്ഞത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്ത്, അതോടെ പിന്നെ അവരൊന്നും പറയില്ലല്ലോ. നിങ്ങൾ നോക്കൂ, വിസ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെല്ലാം മോഹൻലാലിനെ സോപ്പ് ഇടുകയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് പലരും സൈബർ അറ്റാക്ക് ചെയ്യുന്നത്. ഇവരോടൊക്കെ ബീന ആന്റണി പറഞ്ഞ മറുപടി എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ലാലേട്ടനെ സുഖിപ്പിച്ചൊന്നും ഫീൽഡിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യം ഇവർക്കില്ല. കഴിവുണ്ടെങ്കിൽ ഫീൽഡിൽ പിടിച്ചിക്കാം. അവരൊക്കെ കഴിവ് തെളിയിച്ച ആൾക്കാരുമാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. കഷ്ടമുണ്ട് ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരെ കാണുന്ന സമയത്ത്. ഇത് എന്ത് തരം ഫ്രസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അടുത്ത കമന്റ് ഒന്ന് വായിച്ചു നോക്കാം. രാഷ്ട്രീയം പറഞ്ഞ് തിരിച്ചു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? പേളിമാണിയെ വിളിച്ചു കയറിയപ്പോൾ എവിടെയായിരുന്നു സീമാജി നായർ? രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവനും ചോദ്യം ചെയ്യുന്ന അരാജകവാദികളോട് ഐക്യപ്പെട്ടാൽ ആരുടെ മോളാണെങ്കിലും പ്രതികരിക്കില്ലേ? ഇതിന് സീമാജി നായർ കൊടുത്ത മറുപടി വയ്ക്കും. പ്രതികരിച്ചോ?
അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതിനൊന്നും പറയാനില്ല. ഇവിടെ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് വിസ്മയ മോഹൻലാൽ കേന്ദ്ര സർക്കാരിന് പിന്തുണച്ചില്ല എന്നുള്ളത് മാത്രമാണ്. ആ പിന്തുണയ്ക്കാത്തത് കാരണമാണ് ഇത്രയും ദിവസങ്ങളായി വിസ്മയ ഇവര് സൈബർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് പാളിയപ്പോ ഇപ്പൊ അതാ വിസ്മയെ പിന്തുണയ്ക്കുന്നവരെയും സൈബർ അറ്റാക്ക് ചെയ്യുന്നു. ഇനിയും ഉണ്ട് ഇതിനെ കുറിച്ച് ഒരുപാട് പറയാൻ. എന്തായാലും അതവിടെ കിടക്കട്ടെ. ഇപ്പൊ പേളിമാണിയെ കുറിച്ച് പറഞ്ഞ് പലരും കമന്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ ദിവസം പേളിമാണിയുടെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. എന്തോ ഒരു ഫുട്ബോൾ മാച്ചിന് ഗസ്റ്റ് ആയി പോകുന്ന ഒരു വീഡിയോ ആണിത്. അത് കണ്ട സമയത്ത് എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. പേളിമാണിയുടെ മുഖം നോക്കി നിങ്ങൾ, എനിക്ക് തന്നെ കണ്ടിട്ട് പാവം തോന്നാണ്. പാവം അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആടുന്നുണ്ടെങ്കിൽ കൂടിയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ആകെ തീരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അമ്മ അതിലെ സൈബർ അറ്റാക്ക് അല്ലേ റീസെന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. നിലത്തൊന്നും അല്ലായിരുന്നു ആള്, അങ്ങ് ബഹിരാകാശത്ത് പറക്കായിരുന്നു. അതിന്റെ വിഷമം കൃത്യമായി പേളിമാണിയുടെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. എന്തായാലും നീലക്കൂൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ട സമയത്ത് ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ വൻ തെറിവിളി ആയിരുന്നു കേട്ടോ. ലാസ്റ്റ് തെറിവിളി വല്ലാതായ സമയത്ത് നീലക്കൂലിന്റെ ആൾക്കാർ തന്നെ കമന്റ് ബോക്സ് ടേൺ ഓഫ് ആക്കിക്കാൻ. പക്ഷെ സാരില്ലേ, ഇതേ വീഡിയോ തന്നെ മറ്റൊരു ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്ന കമന്റ് ഒന്ന് ഞാൻ വായിച്ചുതരാം. ലൈക്ക് ഒന്നും അങ്ങനെ കയറുന്നില്ലല്ലോ മാണി, ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ആവാതെ വീട്ടിൽ പോയി കിടന്നുറങ്ങും ആളി, ചളിപ്പുണ്ട് മുഖത്ത്, വെറും കോമഡി പീസുകൾ. ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. ചുരുക്കി പറഞ്ഞ പേളിമാണി എവിടെ കണ്ടാലും ഇപ്പൊ ആൾക്കാർ ഊക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് കാര്യങ്ങൾ. ആക്ച്വലി അതൊക്കെ കാണുന്ന സമയത്ത് എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ട സമയത്ത് ഞാൻ ഇന്നലെ വെറുതെ പേളിമാണിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കി. അന്നേരം സത്യം പറയാലോ, ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. പേളിമാണി റീസെന്റ് ചെയ്യുന്ന വീഡിയോകൾക്കൊന്നും ഒട്ടും റീച്ച് ഇല്ല എന്നുള്ളതാണ്. റീച്ച് എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നുള്ളതാണ്. ഞാൻ റീസെന്റ് ചെയ്ത വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്കി. 3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ, വെറും 41 ഒന്നും വേണ്ട. ഒരു ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോക്ക് കിട്ടിയ വ്യൂസ് നോക്കി നിങ്ങൾ, വെറും 21. പണ്ടൊക്കെ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ പോലും പുട്ടുപോലെ 3 ലക്ഷം അടിക്കുന്ന ആളാണ്. ഇപ്പൊ റീച്ച് നോക്കി നിങ്ങൾ കുത്തനെ കുറഞ്ഞു. ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. സംഭവം ശരിയാണ്, വളരെ വലിയ തെറ്റ് തന്നെയാണ് പേളിമാണി ചെയ്തിട്ടുള്ളത്. ഡൽഹി സമരത്തിൽ പങ്കെടുത്ത കുട്ടികളോട് വീട്ടിൽ പോയിരിക്കാൻ ഒരിക്കലും പേളിമാണി പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ളത് പുള്ളിക്കാരിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് തെറ്റ് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എക്കാലവും ഒരാളുടെ അധപ്പതനം ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. ഉള്ളത് പറയാൻ എനിക്കൊരിക്കലും അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റില്ല. സോ എനിക്കിവിടെ പറയാനുള്ളത്, ഷീ ഡിസേർവ് എ കം ബാക്ക്. തിരിച്ചു വരാനുള്ള ഒരു അവസരം പേളിമാണിക്ക് കൊടുക്കണമെന്നുള്ളതാണ്. ഒരാൾക്ക് തെറ്റുകൾ കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കപ്പെടാനും തിരുത്തപ്പെടാനും ഉള്ളതാണ്. അല്ലാതെ അവരെ അടിച്ചമർത്താനുള്ളതാക്കി അതിനെ മാറ്റരുത്. എന്തായാലും തിരിച്ചു വരട്ടെ അല്ലേ, അതാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.